ഒരു ദിവസം പെട്ടെന്ന് തൻ്റെ ചേച്ചിയെ കാണാതാകുന്നു. ചേച്ചിയെ ഫോൺ വിളിച്ചിട്ടും ചേച്ചിയെ പറ്റി ഒരു അഡ്രസ്സും ഇല്ലാതെ ചേച്ചിയെ അന്വേഷിച്ചിറങ്ങുന്ന അനിയത്തിയാണെങ്കിൽ പിന്നീട് മനസ്സിലാക്കുകയാണ്, അതായത് ചേച്ചിയുടെ മിസ്സിംഗ് കേസ് അങ്ങനെ ഒരു സാധാരണ കേസല്ല, അതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന്. പിന്നീട് തൻ്റെ ചേച്ചിയെ അന്വേഷിച്ചിറങ്ങുന്ന അനിയത്തിയാണെങ്കിൽ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിലും അതിലൊന്നും തന്നെ പതറാതെ നല്ല ബോൾഡ് ആയിട്ടുള്ള അനിയത്തി ചേച്ചിയെ അന്വേഷിച്ചിറങ്ങുന്നതാണ് 2022 പുറത്തിറങ്ങിയ റോസ് മെൻഷൻ എന്ന ഈ സീരീസിന്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഈ ഒരു സീരീസിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ജോൺറയൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഈ സീരീസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. ഈ ഒരു സീരീസോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഞാൻ മുന്നേ 2 സീരീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓൾറെഡി കൂടെയുള്ള ആളുകളെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത് റോസ് മെൻഷൻ എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അവിടെ ഒരു വാൻ പോലത്തെ വണ്ടി കിടക്കുന്നതും അതിൽ നിന്നൊരാൾ ഇറങ്ങി വരുന്നുണ്ട്. ഈ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ലാറ്റിലാണെങ്കിൽ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ കുറച്ച് ഇന്റിമസി ആയിട്ടുള്ള സീനാണ് കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ വൈഫാണെങ്കിൽ എന്തൊരു ശബ്ദം കേൾക്കുന്നില്ലേ എന്ന് ഭർത്താവിനോട് ചോദിക്കുന്നതും ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ വരുന്ന ടൈമിൽ ഈ കില്ലർ ആയിരിക്കും കേട്ടോ. അത് തൽക്കാലം നമുക്ക് ഇയാളെ കില്ലർ എന്ന് വിളിക്കാം. അതിക്രമിച്ച് കയറി വരുന്ന ഇയാളാണെങ്കിൽ ഭർത്താവിന്റെ കഴുത്തിൽ ഒരു കോറിൽ അങ്ങ് കോറി അവിടെ തന്നെ കൊലപ്പെടുത്തുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന വൈഫിനോടാണെങ്കിൽ സോറി എന്ന് പറഞ്ഞ് ആ റൂമിലേക്ക് കിടക്കുന്നതും പിന്നീട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണിക്കുന്നില്ല. ഈ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഈ സൂം ഔട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ, അവിടെ മറ്റുള്ള ഫ്ലാറ്റുകളിൽ എന്താ നടക്കുന്നതെന്നൊക്കെ. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. നായികയുടെ പേര് ജീന എന്നാണ് കേട്ടോ. അപ്പൊ ആള് ജോഗിങ് കഴിഞ്ഞ് വരുന്നതും അവിടെ തന്നെയുള്ള ഒരു വലിയ ഹോട്ടലിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ഇവരുടെ സീനിയർ ലേഡി ആണെങ്കിൽ എല്ലാവരും റെഡി ആയില്ലേ, കസ്റ്റമേഴ്സ് ഒക്കെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചു കൊണ്ടുപോകുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായികയുടെ സിസ്റ്ററിനെയാണ് കേട്ടോ. ആളുടെ പേര് ജിയൂന എന്നാണ്. ആള് ഗവൺമെന്റ് സർവീസിൽ ഒരു സിവിൽ സർവന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ആൾ ഓഫീസിലേക്ക് വരുന്നതും വർക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ചേച്ചിക്ക് ഒരു കൊറിയർ കിട്ടുന്നത്. അപ്പൊ അത് ജീന അയച്ചിട്ടുള്ളതായിരിക്കും. നോക്കുന്ന ടൈമിൽ അതിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഇങ്ങനെ അണ്ടർവെയേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് എന്തിനാ അയച്ചു എന്ന് അനിയത്തിയോട് വിളിച്ചു ചോദിക്കുമ്പോൾ ജീനയാണെങ്കിൽ ഇതങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല, എൻ്റെ ഒരു VIP കസ്റ്റമർ തന്നതാണ്, യുണീക്കാണ്, വേറെ എവിടെയും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നതും ചേച്ചിയാണെങ്കിൽ അല്ല നീ വീട്ടിലേക്ക് വരുന്നില്ലേ, ഈ ഹോട്ടലിൽ തന്നെ താമസിക്കാനാണോ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ചേച്ചി മരിക്കാതെ ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറയുന്നതും എന്നാലേ എൻ്റെ മോൾ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരേണ്ട, ഞാൻ ഇനി 1000 വർഷം ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ചേച്ചി ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ചേച്ചിയുടെ കൊളീഗ് ആണെങ്കിൽ ചേച്ചിയുടെ അനിയത്തിയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് കൊതിയാവുക, കാരണം ഇതുപോലെ എത്ര സ്നേഹ അനിയത്തിക്ക് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ജീന നോക്കുമ്പോൾ അവിടുത്തെ മറ്റൊരു VIP കസ്റ്റമർ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. അതായത് അവരുടെ ആനിവേഴ്സറിക്ക് ഏതോ ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലവർ അവർ ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അതിൻ്റെ പേരിൽ അവിടെയുള്ള സ്റ്റാഫിനെ മൊത്തം ചീത്ത പറയുകയാണ്. അപ്പോൾ ഇവരുടെ സീനിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ മുകളിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഈ ലേഡി ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങ് ഇറക്കി വിട്ടാലോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് ജീന നൈസായിട്ട് ഈ ഒരു പ്രശ്നം അങ്ങ് സോൾവ് ആക്കുന്നത്. അതായത് ഞങ്ങൾ ഇന്ന ഫ്ലവർ ഉദ്ദേശിച്ചതൊക്കെയാണ്, പക്ഷെ അത് പെട്ടെന്ന് കിട്ടിയില്ല, പക്ഷെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അതിനേക്കാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലവർ ആണെന്ന് പറഞ്ഞ് ഇവൾ അങ്ങ് നോണിയൊക്കെ അങ്ങ് വെച്ച് കാച്ചുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഈ ലേഡിയെ പറ്റിയും കുറച്ച് പൊക്കിയൊക്കെ പറയുന്ന ടൈമിൽ അവസാനം ഈ ലേഡി എന്നാൽ ശരി ഈ ഫ്ലവർ തന്നെ ആയിക്കോട്ടെ എന്നങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഇവരുടെ സീനിയർ ആണെങ്കിൽ ഇവളെ വിളിച്ചു കൊണ്ടുപോകുന്നതും തന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഒരിക്കലും നോണ പറയരുതെന്ന്, പിന്നെ എന്തിനങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ജീനയാണെങ്കിൽ അങ്ങനെയാണല്ലേ, ഞാൻ പെട്ടെന്ന് അവിടെ ഒന്ന് സമാധാനമാക്കാനാണ് നോക്കിയത്, ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പം തന്നെ അവരോട് പോയിട്ട് സത്യമൊക്കെ പറഞ്ഞേക്കാന്ന് പറയുമ്പോൾ ഈ ലേഡിയാണെങ്കിൽ നീ ആള് കൊള്ളാലോ, നിന്നെ പറ്റി ഞാൻ അറിയും തോറും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്, എന്തായാലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ, പ്രശ്നം സോൾവ് ആക്കിയെന്ന്. പിന്നീട് ജീനയും അവിടെ തന്നെയുള്ള ഒരു സ്റ്റാഫും കൂടിയിട്ട് അവിടെ മൊത്തം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റാഫ് പറയുന്നുണ്ട്, അതായത് ശരിക്കും നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഇവർ പണം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ഈ എക്സ്ട്രാ വർക്ക് കൂടി ചെയ്യിപ്പിക്കുകയാണ് എന്ന്. ആ ടൈമിൽ അതിനെ കോട്ടൊക്കെ ഇട്ടിട്ട് ഈ ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റിലുള്ള 2 പേര് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണുന്ന ഇവളാണെങ്കിൽ ഈ ജീനയോട് പറയുന്നുണ്ട്, അതായത് ഡയറക്ടർമാ എന്നോട് വളരെയധികം മോശമായിട്ട് പെരുമാറി, നിനക്കറിയാലോ, നീ കണ്ടിട്ടുള്ള കാര്യമില്ല, അപ്പോൾ ഞാൻ വുമൻസ് യൂണിയനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർക്ക് മൊഴി കൊടുക്കാനായിട്ട് ഒരു സാക്ഷിയെ വേണം, അപ്പം നീ എനിക്ക് വേണ്ടി സാക്ഷി പറയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ജീനയ്ക്ക് വലിയ താല്പര്യമില്ല, അവൾ നോക്കട്ടെ എന്നൊക്കെയാണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ആണെങ്കിലോ ആ പെൺകുട്ടിയില്ലേ ഡയറക്ടർമാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേന്ന് അവിടെ ചോദിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നീട് ജീനയുടെ ബോയ് ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ആള് ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. ജീനയോട് സംസാരിച്ച് കോള് കട്ട് ചെയ്യുമ്പോൾ കൂടെയുള്ള സ്റ്റാഫ് ആണെങ്കിൽ ആരാ ആ ഹോസ്പിറ്റൽ ഡയറക്ടറുടെ മകളാണോ എന്ന് അവിടെ ചോദിക്കുന്നതും അപ്പോൾ ഈ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. നൈറ്റില് ജിയൂനി ആണെങ്കിൽ തിരിച്ച് ഫ്ലാറ്റിൽ എത്തുന്ന ടൈമിൽ ലിഫ്റ്റ് അങ്ങ് ക്ലോസ് ആകുന്നതും പെട്ടെന്ന് ഒരു കൈ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് ഒരുത്തൻ ഓടി എത്തുന്നുണ്ട്. ഇവന്റെ പേരാണ് ചാർലി. ഇവനെ ജസ്റ്റ് ഒന്ന് നോട്ട്
ചെയ്തോളൂ. അപ്പോൾ ഈ ചാർലിയുടെ അമ്മയായിരിക്കട്ടെ ഈ ലേഡി. അപ്പോൾ ഈ ലേഡിക്ക് മെൻ്റലി കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്ന ടൈമിൽ ഞാൻ ഈ സ്ത്രീയെ ഇവിടെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇവർക്ക് എന്തെങ്കിലും പറ്റൂ, ഞാൻ ആകെ ടെൻഷൻ അടിച്ചു എന്നൊക്കെ പറയുന്നതും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ അവിടെ നിന്നും കൊണ്ടുപോകുന്ന ചാർലി ആണെങ്കിൽ പിന്നീട് ഈ ലിഫ്റ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ ലിഫ്റ്റ് 8th ഫ്ലോറിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന ചാർലിയോട് നീ എന്താ മോനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നതും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്നും അമ്മയെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. റൂമിലെത്തുന്ന ജിയൂനി ആണെങ്കിൽ ഒരു സ്യൂട്ട് കേസ് എടുത്തിട്ട് ഡ്രസ്സൊക്കെ അതിലേക്ക് ഒതുക്കി വെക്കുന്നതും ഇതൊക്കെ തന്നെ മറ്റേതോ ഒരു ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു ആരോ ഒരു ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അതാരാ നോക്കുന്നതെന്നൊന്നും അവിടെ ക്ലിയർ ഇല്ല. ജിയൂനി ആണെങ്കിൽ ഫോണിലൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് മറുവശത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ലേഡിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ പറയുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് ജീനയും ബോയ് ഫ്രണ്ടും കൂടിയിട്ട് ഇവൾക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് വെഡിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവൾ ഫോട്ടോ എടുത്തിട്ട് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നതും അതിനൊരുപാട് ലൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ആരോ ഒരാൾ അതിനെന്തോ ഒരു കമൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇവളാണെങ്കിലോ ഈ ഫോട്ടോയ്ക്ക് ഒരുപാട് ലൈക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ ഈ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മായിയച്ഛൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ജീനിക്ക് അതൊന്നും അങ്ങ് ഇഷ്ടമാകുന്നില്ല കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവൾ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് ജിയൂനെയാണ് കാണിക്കുന്നത്. അതായത് ഇവൾ ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നതും ആരോ ഒരാളെ വിളിക്കുന്നുണ്ട്. ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുന്ന ജിയൂനയോട് നീ ആ റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൽ നന്നായിട്ട് ആക്റ്റീവ് ആയിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ട്രാൻസ്ഫർ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല, ജസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറയുന്ന ജിയൂനയാണെങ്കിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് സംസാരിക്കാം, എന്നിട്ട് ട്രിപ്പ് പോകാമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലിഫ്റ്റിൻ്റെ അവിടെ എത്തുന്ന ജിയൂനയാണെങ്കിൽ പെട്ടെന്ന് തൻ്റെ ബാക്കിൽ ആരോ നിൽക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നതും ശരിക്കും ഇവളുടെ പിന്നിൽ ആരോ ഒരാൾ നിൽക്കുന്നുണ്ട്, അതും ഇവളെ നോക്കിയിട്ട്. ഇവളാണെങ്കിൽ ഇത് മനസ്സിലാക്കി ടെൻഷൻ അടിച്ച് ഫോൺ എടുത്തൊന്ന് വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ സീൻ അവിടെ കട്ട് ചെയ്ത് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഡേ ജീനേനെ വിളിക്കുന്ന അച്ഛനാണെങ്കിൽ നിന്റെ ചേച്ചി ഇന്നലെ മുതൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, നീ ഒന്ന് അവിടെ പോയി അന്വേഷിച്ചെന്ന് പറയുമ്പോൾ ജീനയാണെങ്കിൽ അച്ഛൻ എന്ത് വർത്താനം ഈ പറയുന്നേ, ഞാനൊരു ഹോട്ടലിലല്ലേ വർക്ക് ചെയ്യുന്നേ, എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ലീവ് കിട്ടത്തില്ല എന്ന് പറയുന്ന മകളോട് അത് കൊള്ളാം, നീ പണ്ട് മുതലേ ഞാൻ എന്തു പറഞ്ഞാൽ അനുസരിക്കത്തില്ല, പക്ഷേ അതുപോലെയല്ല നിന്റെ ചേച്ചി, ഞാൻ ഫോൺ വിളിച്ച അവൾ എടുക്കാതിരിക്കില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഇപ്പം തന്നെ പോകണം, വീക്കെൻഡ് അല്ലേ എന്ന് പറയുന്ന അച്ഛനോട് വീക്കെൻഡ് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് എന്ത് വീക്കെൻഡാണ് ഉള്ളത്, എനിക്കൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ തന്നെ അവിടെ അനിയനില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ബോർഡിംഗ് സ്കൂളിലല്ലേ, അവൻ പോയാൽ ശരിയാവത്തില്ല, നിനക്ക് നിന്റെ ജോലിയാണോ അതോ സ്വന്തം ചേച്ചിയാണോ വലുതെന്നൊക്കെ അച്ഛൻ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ടൊരു സീനിയർ ഓഫീസർ വരുന്നതും നേരത്തെ ഇവളുടെ ഫ്രണ്ട് യൂൻജി ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തല്ലോ, അപ്പോൾ ഇത് ഇയാൾക്ക് അറിയാം. അപ്പോൾ ഇയാളാണെങ്കിൽ യൂൻജി തൻ്റെ ഫ്രണ്ടാണല്ലേ, ഡയറക്ടർ മാക്കെതിരെ അവൾ എന്തൊക്കെയോ പരാതി കൊടുത്തിരുന്നല്ലോ, അവളെ എപ്പോഴും പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ഈ സീനിയറോട് ഇവൾ പറയുന്നുണ്ട് അവൾ നല്ല കുട്ടിയാ, അവൾ അങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും പറയത്തില്ല എന്ന്. അപ്പോൾ ഇയാളാണെങ്കിലും തൻ്റെ സീനിയർ പറഞ്ഞു താൻ നന്നായിട്ട് കസ്റ്റമേഴ്സിനോട് നല്ല നോണയൊക്കെ പറയുന്നു, അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുന്നത് നല്ലതാ, പിന്നെ ഈ ഡയറക്ടർ ഉണ്ടല്ലോ ഉടനെ തന്നെ പ്രൊമോട്ടായിട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആരുടെ ഡിപ്പാർട്ട്മെന്റിനാ ഗുണം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അതൊന്നും മറക്കേണ്ട എന്ന്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് സാക്ഷി പറയേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല നൈസായിട്ട് ലീവിന്റെ കാര്യം എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവൾ ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഇയാൾ ലീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവളുടെ സീനിയർ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും ചോദിച്ച ലീവ് തരത്തില്ല, പിന്നെ സാറ് പറഞ്ഞത് കൊണ്ടാ തന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നൊക്കെ ചോദിക്കുന്ന ഈ ലേഡി ആണെങ്കിൽ നീ എങ്ങോട്ടാ പോകുന്നത്, ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല എൻ്റെ ഫാമിലി മാറ്ററാണ്, കുറച്ച് അർജൻറ്റായി പോകണം എന്നൊക്കെ പറയുന്ന ജീന പിന്നീട് ബസ് പിടിച്ച് ചേച്ചിയുടെ സ്ഥലത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം അവൾ ആ അപ്പാർട്ട്മെന്റിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ വരുന്ന ടൈമിൽ ചാർലിയുടെ അമ്മേനെ കാണുന്നുണ്ട്. ഇവർ ഈ മഴയത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആ സ്റ്റോർ നടത്തുന്ന ലേഡി അല്ലേ എന്ന് ചോദിച്ചു വരുന്ന ഇവളുടെ കൈയൊക്കെ തട്ടി മാറ്റി ചാർലിയുടെ അമ്മ അവിടെ നിന്ന് ഓടുന്നതാണ് കാണിക്കുന്നത്. അതായത് ഇവൾ മുന്നേ ഇവിടെ താമസിച്ചത് കൊണ്ട് തന്നെ ഈ ലേഡീനൊക്കെ അറിയാം. ഇവൾ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതൊക്കെ തന്നെ വാനിൽ ഇരിക്കുന്ന ഒരാൾ നോക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരിക്കില്ല, എപ്പിസോഡിന്റെ ഫസ്റ്റിൽ കാണിച്ച ആ കില്ലർ ആയിരിക്കും കേട്ടോ. പിന്നീട് ഫ്ലാറ്റിലെത്തുന്ന ഇവളേനെ ആരോ ഒരാൾ ഇങ്ങനെ നോക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതും ആരാന്നൊന്നും കാണിക്കുന്നില്ല. ഇവളാണെങ്കിലും അവിടെ ഇരുന്ന് ഒരു ആപ്പിളൊക്കെ എടുത്ത് കടിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് തറയിൽ ബ്ലഡിന്റെ പാടൊക്കെ കാണുന്നത്. ഇവളാണെങ്കിൽ അതിങ്ങനെ ഫോളോ ചെയ്ത് ബാൽക്കണിയുടെ അവിടെ എത്തുന്നത്. ബാൽക്കണിയുടെ അവിടെ പെട്ടെന്ന് ഒരു പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നതാണ് ഇവൾ കാണുന്നത്. ഇവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട്. എന്നാൽ ഒന്നുകൂടി നോക്കുന്ന ടൈമിൽ അതൊരു മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല, പകരം ഒരു പ്രതിമയായിരിക്കും കേട്ടോ. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഇട്ടിരിക്കുന്ന അതേ കോസ്റ്റ്യൂം തന്നെയായിരിക്കും ആ ഒരു പ്രതിമ ഇട്ടിട്ടുണ്ടായിരിക്കുക. ഇവളാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഡോറ് തുറന്ന് ആരോ വരുന്നത് കാണുന്നതും ഇവൾ ശരിക്കും ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്.